ട്രിക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു മിനി അക്വേറിയം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. ഈ അക്വേറിയം ഉണ്ടാക്കുന്നത് ഒരു ബോട്ടിൽ കൊണ്ടും ഒരു ചിരട്ട കൊണ്ടുമാണ് നമ്മൾ ഈ അക്വേറിയം ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ കുഞ്ഞ് അക്വേറിയം ഉണ്ടാക്കാൻ ആവശ്യമായത് ഇതുപോലത്തെ 3 ചിരട്ട നമുക്ക് ആവശ്യമുണ്ട്. ഇത് 3 ചിരട്ടകൾ ഒന്ന് പിഞ്ചാക്കി എടുക്കാം. നമുക്ക് ഈ 3 ചിരട്ട അത്രമാത്രം മിനുസപ്പെടുത്തിയെടുക്കുന്നു വേണ്ട, ഒന്ന് കുറച്ച് അതിന് മുകളിലുള്ള ഷെല്ലൊന്ന് പോക്കിയാൽ മതി. ചിരട്ട നമ്മൾ മിനുസാക്കി തയ്യാറായിട്ടുണ്ട്. നമ്മൾ അധികം അങ്ങോട്ട് മിനുസൊക്കെ എടുത്ത് മിനുസാക്കേണ്ടതില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചിരട്ടയുടെ അടിഭാഗം നമുക്ക് ഒപ്പമാക്കി എടുക്കുക എന്നുള്ളത്. എന്നാൽ നമുക്കത് ചെയ്യാം. ഈ ഭാഗമാണ് നമ്മൾ മിനുസപ്പെടുത്തി കൊടുക്കുന്നത്. ചിരട്ടയുടെ അടിഭാഗം മിനുസപ്പെടുത്തുന്നത് നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചാണ്. നമ്മൾ 3 ചിരട്ടയും മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ 2 ചിരട്ടയുടെ മുകളിലേക്കാണ് നമുക്ക് ഹോൾസ് ഇടുകയാണ്. ഹോൾ ഇടാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു അടയാളം എടുത്തെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു വളയും ഒരു മാർക്കറും എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായി നമ്മൾ 2 ചിരട്ടയുടെ മുകൾ ഭാഗത്തായി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2 ചിരട്ടയുടെയും മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്യും. ചിരട്ട കട്ട് ചെയ്യുന്നത് ആക്സൺ ബ്ലേഡ് ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മൾ വരച്ച വരയുടെ മുകളിലേക്കാണ് നല്ല ഫിനിഷിംഗ് ആയി നമ്മൾ കട്ട് ചെയ്യുന്നത്. മാത്രമേ നമുക്ക് ഈ എൻഡിൽ നല്ല ഫിനിഷിംഗ് ആയി ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ചിരട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ചെറിയ ഭാഗം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ്. ഇന്ന് നമുക്ക് അടുത്ത ചിരട്ട ഒന്ന് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 ചിരട്ടയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 മുറിച്ചെടുത്ത സാധനം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇനി 3 ചിരട്ടയും ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. പെയിൻ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഫാബ്രിക് പെയിൻ്റ് നമ്മൾ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. Through the highways till my shadow turns to sun rays, and on we'll go through the wastelands, through the highways, and on we'll go.
മുറിക്കാത്ത ചിരട്ടയുടെ അവിടെയും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ 3 ചിരട്ടയുടെയും ഉൾഭാഗത്ത് നമ്മൾക്ക് പൈൻറ്റ് കൊടുക്കേണ്ടതില്ല, അതൊക്കെ ഉള്ളിൽ പോകാനുള്ളതാണ്. 3 ചിരട്ടയും പൈൻറ്റ് അടിച്ചതിന് ശേഷം നമ്മളൊന്ന് ഉണക്കി എടുക്കേണ്ടതുണ്ട്. ശേഷം അടുത്തത് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് 2 മുറിച്ച ചിരട്ടയിൽ നിന്ന് ഒരു ചിരട്ട എടുത്ത് മുറിക്കാത്ത ചിരട്ടയുടെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ല ഉറപ്പിൽ തന്നെ ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഗ്ലൂ ഗണ്ണായിട്ട് ഒട്ടിക്കാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ഇതിനേക്കാൾ ഒട്ടുന്ന പക്ഷേ വേറെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉൾഭാഗത്ത് പശ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ പുറം ഭാഗത്ത് അതിൻ്റെ വെച്ച ക്യാപ്പിൽ ഒട്ടിച്ചു കൊടുക്കണം. അതും ഗ്ലൂ ഗണ്ണിട്ട് ഒട്ടിക്കണമെന്നില്ല. നിങ്ങളുടെ അടുത്ത് ഏത് പശയാണുള്ളത് അതായിട്ട് ഒട്ടുന്ന പശ ആയാൽ മതി. അടുത്തത് നമുക്ക് ഇതുപോലത്തെ ഒരു കുപ്പി ആവശ്യമുണ്ട്. ഇതുപോലത്തെ ഒന്നുമില്ല, ഇതാ മറ്റേ പ്ലെയിനായ ഒരു കുപ്പി ആയാൽ മതി. എന്നിട്ട് നമ്മൾ അതിൽ വരുന്ന ക്യാപ്പിൽ നമ്മൾ ഗ്ലൂ ഗണ്ണിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ FJ Tech and Tricks എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ഞങ്ങൾ വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയാണ്. ഈ ബോട്ടിൽ മുഴുവനായി ആ ചിരട്ടയുടെ മേൽ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് അതിൽ വെള്ളം നിറച്ച് മീനിടുകയാണ്. അതിനു മുമ്പ് നമ്മൾ ചെയ്യുന്നത് ഒരു അലങ്കാരത്തിന് വേണ്ടി നമ്മൾ അതിൽ കല്ലിടുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഫിഷിടുകയാണ്. ഫിഷിടുന്നത് നമ്മൾ ഫൈറ്റർ ഫിഷാണ് നമ്മൾ ഇടുന്നത്. ഫൈറ്ററിനെ ഗപ്പീസിനൊക്കെ നമുക്ക് ഇതിലിടാവുന്നതാണ്. ഇത് നമ്മൾ അലങ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മുറിച്ച് മാറ്റിയ മറ്റേ ചിരട്ട നമ്മൾ അതിൻ്റെ മുകളിലായി കണ്ട് വെച്ച് കൊടുക്കുക. ഒരു ക്യാപ്പ് എന്ന രീതിയിൽ വെച്ച് കൊടുക്കാനാണ്. ഇത് നമുക്ക് റൂമിലൊക്കെ ഒരു ചെറിയ അക്വേറിയം രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കണമെങ്കിൽ FJ Tech and Tricks എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. നമുക്ക് അടുത്ത വീഡിയോയുമായി